സോ എല്ലാവർക്കും വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രണവാണ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് SSCയുടെ മാത്സിൻ്റെ ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തത് SSC നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ടൈം ഫ്രെയിം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം നടക്കുന്നു, ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്ട്രാറ്റജി വീഡിയോ. ഈ സ്ട്രാറ്റജി വീഡിയോ കൊണ്ടുവരാനുള്ള കാരണം എന്താ? സെക്ഷണൽ ടൈമിംഗ് വന്നു അല്ലേ? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ഓരോ സെക്ഷനും 15 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇനി ഉള്ളത്. ആ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവരിനി തരില്ല. അപ്പോൾ ആ 15 മിനിറ്റ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മൾ വിൻ ഓർ ലൂസ് എന്ന് നമ്മളെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, SSC മാത്സിൻ്റെ ഒരു ബെസ്റ്റ് അപ്രോച്ച് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം, ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമോ എന്നാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയേ. സോ ബേസിക് നോളജ്, നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ റേഷ്യോയിൽ തുടങ്ങുന്നു, ഇതിൽ ഏതിൽ തുടങ്ങിയാലും എല്ലാം ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? സ്പീഡ് വേണം അല്ലേ? നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ അറിയണം അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് എന്താ? സ്ക്വയേഴ്സ് അപ് ടു 30 അല്ലേ? സ്ക്വയേഴ്സ് അപ് ടു 30 വരെയുള്ള സ്ക്വയർ എന്ത് ചെയ്യണം? നമ്മൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? 30 വരെയുള്ള സ്ക്വയർ നമ്മൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈ സ്ക്വയേഴ്സ് അപ് ടു 30, ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ 30യുടെ എബവ്, ഇപ്പോൾ 31ഓ 32ഓ 35ഓ 60ഓ 70ഓ 72ഓ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ട്രിക്കിൻ്റെ ഒരു ഷോർട്ട് കട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി, നിങ്ങളൊക്കെ അത് കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആ മെത്തേഡ് വഹിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞാലോ? നോക്കൂ, ഇപ്പോൾ 72ൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ 72 ദ ഹോൾ സ്ക്വയർ, 72ൻ്റെ സ്ക്വയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 72 അല്ലേ? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുന്നു, ദാറ്റ് ഇസ് 2 സ്ക്വയർ ഇസ് 4. ഇനി ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 7 × 2 49, ഓൾവേസ് ഇൻറ്റു 2. അപ്പോൾ 14 × 2 28. 28ലെ 8 എഴുതി, 2 ക്യാരി ഓവർ ഉണ്ട്. ഇനി 7 സ്ക്വയർ 49 പ്ലസ് 2 51. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഇത് 72 × 72 ചെയ്താൽ കുറച്ചും കൂടി എക്സ്ട്രാ ടൈം പോകും, പക്ഷെ നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റും? 5184 നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ സ്ക്വയേഴ്സ് അപ് ടു 30 നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ക്ലിയർ? 12 സ്ക്വയർ 144, 13, 116. അപ്പോൾ ഈ സ്ക്വയർ പറയാതെ നമ്പേഴ്സ് മാത്രം പറയാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 225 എന്നൊരു നമ്പർ നമ്മൾ കണ്ടു. ഈ 225 എന്നുള്ള നമ്പർ നമ്മൾ കണ്ടാൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം പോകുക എന്താ? 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 15 ആയിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട് ഇതിന്. ക്ലിയർ? 196 ആണെങ്കിൽ 14 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, നമ്മൾ ആ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഇനീഷ്യലി നമുക്ക് മനസ്സിലാവുന്നത് അതിലുള്ള നമ്പേഴ്സ് കണ്ടിട്ടാണ് അല്ലേ? അപ്പോൾ സ്ക്വയേഴ്സ് അപ് ടു 30 നമ്മൾ പഠിക്കണം. ഇനി ക്യൂബ്സ് അപ് ടു 30 നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം അല്ലേ? ക്യൂബ്സ് അപ് ടു 30യും നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ 1 ക്യൂബ് 1 തൊട്ടിട്ട് 30 വരെയുള്ള ക്യൂബ് ബൈ ഹാർട്ട് അറിഞ്ഞാലും അത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ക്ലിയർ? ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഒരു നമ്പർ കാണുമ്പോൾ നമുക്കതിനെ പിക്ക് ചെയ്ത് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ക്വയേഴ്സ് അപ് ടു 30 നിങ്ങൾ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ നമ്മുടെ ബെസ്റ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ടോപ്പിക് റിവൈസ് ചെയ്യണം അല്ലേ? നമ്മുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കണം. അപ്പോൾ ടോപ്പിക് റിവൈസ് ചെയ്യണമെങ്കിലും വീക്ക് ഏരിയ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ആദ്യം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ നമുക്ക് ഏത് ടോപ്പിക്കാണ് നമ്മൾ വീക്ക്, ഏതൊരു പാർട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്ക്വയേഴ്സ് അപ് ടു 30 ക്ലിയർ ആണല്ലോ? ക്യൂബ്സ് അപ് ടു 30യും ക്ലിയർ ആണ്. ഓക്കെ, ക്യൂബ്സ് അപ് ടു 30യും ക്ലിയർ ആണ്. ഈ ക്യൂബിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, കണ്ടിരുന്നോ? നോക്കൂ, 12 ക്യൂബ്, 12ൻ്റെ ക്യൂബ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 12 ക്യൂബ് ഇപ്പോൾ നമുക്ക് കാണാതെ അറിയണം 1728 ആണെന്ന്, അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ, ഈ നമ്പറിൻ്റെ ക്യൂബ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുന്നു, ദാറ്റ് ഇസ് 2 ക്യൂബ് എത്രയാണ്? 8 ആണ്. ഇവിടെ ക്യാരി ഓവേഴ്സ് ഒന്നുമില്ല, ഒരു നമ്പർ എഴുതാൻ പാടുള്ളൂ. 2 ക്യൂബ് ഇസ് 8, 2 × 2 × 2 ഇസ് 8 ആണ്. ക്ലിയർ? നൗ ഈ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്രയാണ്? 1 × 2 2 ആണ്. ഓൾവേസ് ഇൻറ്റു 3. ആ 2ൻ്റെ ക്യൂബ് എടുക്കരുത്, ഇൻറ്റു, ദാറ്റ് ഇസ് മൾട്ടിപ്ലൈ. 2 × 3. ആ 2 × 3 എത്ര? 6 ആണല്ലേ? ആ നമ്പർ ഞാൻ ജസ്റ്റ് മാറ്റി എഴുതുന്നു, ഇതിൻ്റെ കൂടെ എഴുതുന്നില്ല, മാറ്റി എഴുതുന്നു. നൗ ഈ 2 × 6 ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്രയായി? 2 × 6 ഇസ് 12. 12ലെ 2 എഴുതുന്നു,
1 ക്യാരി ഓവർ ആണ്. ക്യാരി ഓവർ ഞാൻ സർക്കിൾ ചെയ്യുന്നു. ഈ 6 into 1 ചെയ്യുക. അപ്പോൾ എത്രയായി? ആദ്യം 6 into 2 ചെയ്തു, നെക്സ്റ്റ് 6 into 1 ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 6 പ്ലസ് ഒരു ക്യാരി ഓവർ ഉണ്ട്, അപ്പോൾ 7. ആ 7 എഴുതി ഇവിടെ. ക്ലിയർ? 7 എഴുതി. ഇനി ക്യാരി ഓവേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നൗ ഈ നമ്പർ 10 ഡിജിറ്റ് ഉള്ള നമ്പറിന്റെ ക്യൂബ്, 1 ക്യൂബ് ഇസ് 1. 1728 കിട്ടിയില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ്, അല്ലെങ്കിൽ മറന്നു പോയെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് വൈസും ചെയ്യാം അല്ലേ? ഇതിപ്പോൾ അല്ല മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 12 into 12 into 12, 12 into 12 144 ആണെന്നറിയാം, പിന്നെയും ഇൻറ്റു 12 ചെയ്യാൻ പോകണം. അതല്ലാതെ ഇപ്പോൾ ഒരു 35 ക്യൂബൊക്കെ ചോദിച്ചാൽ 35 into 35 പിന്നെ ഇൻറ്റു 35 ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും 15 മിനിറ്റ് പോകും അല്ലേ? അപ്പോൾ നോക്കൂ, അപ്പോൾ ക്യൂബ്സ് അപ് ടു 30യും നമുക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ സ്ക്വയർ അപ് ടു 30 ക്ലിയർ ആയിരിക്കണം, ക്യൂബ്സ് അപ് ടു 30യും നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അപ് ടു 30 അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അപ് ടു 30. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാം നമ്പർ അല്ലേ? ടൈം ആൻഡ് വർക്ക് ഒക്കെ ചോദിക്കുമ്പോൾ LCM കാണേണ്ടി വരും. അപ്പോൾ ഈ LCM കാണുമ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഒരു 2 നമ്പേഴ്സിന്റെ LCM കാണാം. ടേബിൾസ് അറിയാമെങ്കിൽ നമുക്ക് കാണാം അല്ലേ? 15, 20. 15, 20യുടെ LCM എത്രയാണ്? 15ന്റെ ടേബിൾസ് നമ്മൾ പറയുന്നു 15, 30, 45, 60. 20യുടെ ടേബിൾസ് നമ്മൾ പറയുന്നു 20, 40, 60. അപ്പോൾ കോമൺ ഏതാ? 60 ആണ്. പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ ഒരിക്കലും 12 into 1 അല്ലെങ്കിൽ 13 into 1 അല്ലെങ്കിൽ 14 into 1 14, 14 into 2 28, 14 into 3 42, 14 into 4 56, 14 into 5 70 ഇങ്ങനെ പഠിക്കാതെ ഈ into 1 into 2 പറയാതെ ആ മൾട്ടിപ്പിൾസ് അങ്ങോട്ട് പറഞ്ഞു പോവാ. 14, 28, 42, 56, 70, 84 ഇങ്ങനെ പറഞ്ഞു പോവാ. ആ നമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോവാ. 15, 30, 45, 60, 75, 90, 105, 120, 135, 150 ഇങ്ങനെ നമ്പേഴ്സ് പറഞ്ഞു പോവാ. ഇപ്പൊ 21 ഒക്കെയാണ് വലിയ നമ്പേഴ്സ് ആണെങ്കിലും ഇങ്ങനെ തന്നെ. 21 ഒക്കെ ആണെങ്കിൽ 21, 42, 63 ഇങ്ങനെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ ആ നമ്പേഴ്സ് നമ്മുടെ മൈൻഡിൽ ഇരിക്കും. അല്ലാതെ ഇപ്പോൾ 12 into 5 എത്രയെന്ന് ചോദിക്കുമ്പോൾ 60 ആണ്. അപ്പോൾ 12 into 1 12, 12 into 2 24. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കുറച്ചും കൂടി കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചേഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പേഴ്സ് പറഞ്ഞു അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾസ് പറഞ്ഞു. ഇപ്പോൾ ചെറിയ നമ്പറായി 2 എങ്ങനെ 2, 4, 6, 8, 10 ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോവുക. ഒരു ദിവസം ഒരു ടേബിൾ ഇതുപോലെ പഠിക്കുക. ക്ലിയർ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അപ് ടു 30. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഇത് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ അല്ലേ? പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/2 നമ്മൾ എങ്ങനെ എഴുതുന്നു? 50% ആക്കുന്നു അല്ലേ? അതുപോലെ 1/3 നമ്മൾ എങ്ങനെ എഴുതുന്നു? 33.33 ഓർ 33 1/3. 1/4 25, 1/5 20, 1/6 16 2/3 അല്ലേ? അല്ലെങ്കിൽ 16.66. അപ്പോൾ ആ ഡെസിമൽ ഇത് അറിയണം. മിക്സഡ് ഫ്രാക്ഷനിലേക്കും പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എഴുതാൻ നമ്മൾ പഠിക്കണം. അതൊരു 1/20 വരെയൊക്കെ പഠിച്ചാൽ ഏകദേശമായി. ക്ലിയർ? അപ്പോൾ 1/2 50, 1/3 33.33 അല്ലെങ്കിൽ 33 1/3, 1/4 25, 1/6 1/7, 1/8 1/9 അങ്ങനെ ഒരു 1/20 വരെയൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫ്രാക്ഷനൊക്കെ നമ്മുടെ കയ്യിലാവും അല്ലേ? നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരുന്നത് ഏതാ? അപ്പോൾ ഇവിടെ നോക്കിയേ, ദാറ്റ് ഈസ് 12.5% ഫ്രാക്ഷൻ എന്താ? നമുക്ക് ബൈ ഹാർട്ട് അറിയാം അല്ലേ? 1/8 ആണ്. അപ്പോൾ ഈ 12.5നെ ഞാനിവിടെ ഇൻറ്റു 3 ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 37.5% ആയി. അപ്പോൾ അത് എത്രയാവും? 3/8 ആവും അല്ലേ? അതാ ഇവിടെയും ഇൻറ്റു 3. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഈ 12.5ന്റെ മൾട്ടിപ്പിൾ ആണ്. 12.5 into 3 ആണ് 37.5. അപ്പോൾ ഈ 1/8 into 3 കിട്ടിയാൽ 3/8 ആയി. ഇനി അതേപോലെ തന്നെ ഈ 12.5 into 5 എത്രയാ? ഇൻറ്റു 5 ചെയ്താൽ 62.5 ആയി. അത് ഇവിടെയും ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5/8 ആയി. അപ്പോൾ ഈ ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. അതൊന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ഓക്കെ, ഇതൊരു വീക്ക് ഏരിയ ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ പറഞ്ഞത്? സ്ക്വയേഴ്സ് അപ് ടു 30 അറിഞ്ഞിരിക്കണം. ഇനി അഥവാ എബവ് 30 ആണ് വരുന്നെങ്കിൽ, നമ്പർ വരുന്നെങ്കിൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രിക്ക് നമ്മൾ പഠിച്ചു. ക്യൂബ്സ് അപ് ടു 30 അതും അതിന് എബവ് വരികയാണെങ്കിലുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അപ് ടു 30. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന അത്രോളം പഠിച്ചോളൂ. ബട്ട് എന്താ ചെയ്യേണ്ടത്? ആ മൾട്ടിപ്പിൾസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് പറയുന്ന പോലെ ചെറിയ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പോലെ ചെയ്യരുത്. ആ മൾട്ടിപ്പിൾസ് അങ്ങോട്ട് പറയാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. ക്ലിയർ?
നെക്സ്റ്റ് ആണ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ. അപ്പോൾ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എന്താ ഇവിടെ ഉണ്ട്, ഈ രീതിയിൽ പഠിക്കുക. 1/2 50, 1/3 33.33. അതല്ലാതെ ഈ പോയിന്റ് വരുമ്പോൾ കൺഫ്യൂഷൻസ് ആവുന്നെങ്കിൽ ഈ ഒരു രീതിയിലും പഠിക്കാം. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അവരെ. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ 12.5 1/8 ആണെന്ന് അറിഞ്ഞാൽ 37.5ഉം 62.5ഉം ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമുക്കൊരു നോളജ് വേണ്ടത്. ഏത് ചാപ്റ്റർ നിങ്ങൾ DI എടുക്കൂ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കൂ, നിങ്ങൾ റേഷ്യോ എടുക്കൂ, നിങ്ങൾ ആവറേജ് എടുക്കൂ, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എടുക്കൂ, എന്തായാലും എന്ത് ചെയ്യണം, കട്ട് ഷോർട്ടൊക്കെ ചെയ്തൊരു ആൻസറിലേക്ക് എത്തണം, ഒരു റേഷ്യോയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പെർസെൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസ് ഒക്കെ കാണണമെങ്കിലും ഈ ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡായിട്ടുള്ള രീതി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ നിങ്ങൾക്ക് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി പെന്നും പേപ്പറൊക്കെ യൂസ് ചെയ്ത് ടൈം എടുത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പറഞ്ഞിരിക്കുന്ന സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഓക്കെ, പിന്നെന്താ നെക്സ്റ്റ് ബേസിക് നോളജ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്പർ സിസ്റ്റം നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം അല്ലേ. നമ്പർ സിസ്റ്റം ഭയങ്കര ഈസിയാണ്, പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ധാരണയുണ്ട്. ഈസിയാണ് സംഭവം, പഠിച്ചാൽ ഈസിയാണ്, പഠിച്ചില്ലെങ്കിൽ അത് പാടാം. അപ്പൊ എന്താ ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, പ്രൈം നമ്പർ എന്താന്ന് നോക്കുക. കാര്യം എന്താ, എന്തെങ്കിലും ഒരു നമ്പർ കട്ട് ഷോർട്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു നമ്പർ കട്ട് ഷോർട്ട് ചെയ്യണം. കട്ട് ഷോർട്ട് ചെയ്യാൻ മീൻസ് അത് ചെറുതാക്കണം, അല്ലെങ്കിൽ റേഷ്യോ ആക്കണം, അതിന്റെ സ്മോളസ്റ്റ് ഫോം ആക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ആക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ അതിനെ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ 13 ഒരു പ്രൈം നമ്പർ, അതിനെ ഇനി കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 13:21 തന്നു, ഇതിനെ ഇനി കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ല. 21 പ്രൈം നമ്പർ അല്ല, 21 3ന്റെ ടേബിൾ 7ന്റെ ടേബിളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇത് 13 പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇതിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ അതിനെ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി അത് അറിയാത്ത ആളോ, ഇതിപ്പോൾ ഒരു വലിയ നമ്പർ ആണെങ്കിലോ നമ്മൾ ഇങ്ങനെ ഡിവിസിബിലിറ്റി ആലോചിക്കും അല്ലേ, 2 ഡിവിസിബിൾ ആണോ, 3 4 5 എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ പ്രൈം നമ്പർ ആണ് അത്, അല്ലെങ്കിൽ അത് ഇനി ഒന്നിലും ഡിവിസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. ക്ലിയർ? അപ്പൊ പ്രൈം നമ്പർ എന്താ, ബേസിക് ആയിട്ട് എന്താ പറയാ, പ്രൈം നമ്പർ എന്താ, അതിന് 2 ഫാക്ടർ ഉള്ളൂ ആ നമ്പർ. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ 5 എന്നുള്ള നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ, 1ഉം ആ സെയിം നമ്പറായ 5, ഈ 2 ഫാക്ടേഴ്സേ അതിനുള്ളൂ. നേരെ മറിച്ച് ഒരു കോമ്പോസിറ്റ് നമ്പർ എന്താ, മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 8 എന്നുള്ള നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ, 1 × 8 എന്ന് എഴുതാം, 2 × 4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ്, ഇതാ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, ഫാക്ടേഴ്സ് ആയി. അപ്പൊ അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആണ്, പക്ഷെ ഇതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്താലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം എന്താ, 2 നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ 4 and 7 2 നമ്പേഴ്സ് എടുക്കുന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 5 3, ഇത്ര നമ്പേഴ്സ് വേണമെങ്കിൽ എഴുതാം കേട്ടോ, 5 3, അല്ലെങ്കിൽ 8 7. അപ്പൊ ഇവരുടെ ഇതെന്താ കോപ്രൈം എന്ന് പറയാൻ കാര്യം എന്താ, ഇവരുടെ 2 പേരുടെ ഇടയിൽ കോമൺ ഫാക്ടർ ഇല്ല. 4നെയും 7നെയും, 4 ഒരു പ്രൈം നമ്പർ ആണ്, 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, 7 ഒരു പ്രൈം നമ്പറുമാണ്. പക്ഷെ ഇവരുടെ ഇടയിൽ എന്തില്ല, ഇവരുടെ ഇടയിൽ ഒരു കോമൺ ഫാക്ടർ ഇല്ല. 2 വെച്ച് 4നെ ഡിവൈഡ് ചെയ്യാം, 7നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5 3 ആണെങ്കിൽ രണ്ടും എന്താ പ്രൈം നമ്പേഴ്സ് ആണ്. 8ഉം 7ഉം ആണെങ്കിൽ 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 7നെ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സ് കോമൺ ഫാക്ടർ ഇല്ല. ക്ലിയർ? അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. ഇവരുടെ LCM എന്താ, ഈ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവരുടെ LCM. ക്ലിയർ ആണോ? അതായത് ഈ 4ഉം 7നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 ആണ് ഇവരുടെ LCM. ഈ 3ഉം 5ഉം ആണെങ്കിൽ 15 ആണ് ഇവരുടെ LCM. ഈ 8 7ഉം ആണെങ്കിൽ 56 ആണ് ഇവരുടെ LCM. കാര്യം എന്താ, 8ന്റെ ടേബിൾ പറഞ്ഞ 8 16 24 32 40 48 56 64 72 80. അതുപോലെ തന്നെ 7ന്റെ പറഞ്ഞ 7 14 21 28 35 42 49 56. അപ്പൊ ഈ 56 ആണ് അവരുടെ 2 പേരിൽ എന്താ ഉള്ളത്, കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. അതുകൊണ്ട് 56 ആണ് അവരുടെ LCM. അപ്പൊ കണ്ടോ, ടേബിൾസ് അറിഞ്ഞാൽ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് LCM എന്താ, കോപ്രൈം നമ്പേഴ്സിന്റെ LCM എന്താ, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, എന്താ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അങ്ങനെ കോപ്രൈം നമ്പേഴ്സിന്റെ LCM കിട്ടും. അതൊക്കെയാണല്ലോ. അപ്പൊ ഈ LCM നമുക്ക് ടൈം ആൻഡ് വർക്കും ചിലപ്പോൾ നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റം ആണെങ്കിൽ ചെയ്യുമ്പോൾ LCM ആവശ്യം വരും അല്ലേ. അവരുടെ ടോട്ടൽ വർക്കൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് LCMത്തിന്റെ ആവശ്യം വരും. അതിന്റെ ലാസ്റ്റ് വൺ, ഈ നമ്പർ സിസ്റ്റത്തിൽ ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഡിവിസിബിലിറ്റി ആണ്. ഡിവിസിബിലിറ്റി ഏറ്റവും ബേസിക്, ചെറിയ ക്ലാസ് മൂലം നമ്മൾ പഠിക്കുന്നതാണല്ലേ.
2ന്റെ ഡിവിസിബിലിറ്റി ലാസ്റ്റ് ഒരു 0 അല്ലെങ്കിൽ ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ 2ൽ ഡിവിസിബിൾ ആവും. 3ന്റെയും 9ന്റെയും 3 and 9 സെയിം റൂൾ ആണ് അല്ലേ. 3ന്റെ 9ന്റെ എന്താ സം ഓഫ് ദ ഡിജിറ്റ്സ്, ആ ഡിജിറ്റ് സം എടുത്ത് അത് 3യുടെയോ 9ന്റെയോ മൾട്ടിപ്പിളിലാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 81ൽ 8+1 എത്ര 9 ആണ് അല്ലേ. 8+1 9, 9 3ൽ ഡിവൈഡ് ചെയ്യാം 9ലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ നമ്പർ 81 എന്ന് പറഞ്ഞ നമ്പർ 3ലും 9ലും ഡിവിസിബിൾ ആണ്. 4 ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് 0 ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് 4ന്റെ ടേബിളിലുള്ളതാണെങ്കിൽ അത് 4ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി നമ്മൾ പഠിക്കണം. 5 ആണെങ്കിൽ 0, 5, 6 ആണെങ്കിലോ 2ലും 3ലും ഡിവിസിബിൾ ആണെങ്കിൽ 6ലും ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ പഠിക്കണം. പിന്നെ ചിലവർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് 11ന്റെ ഡിവിസിബിലിറ്റി. ആരുടെ 11ന്റെ ഡിവിസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നമ്പർ എഴുതുന്നു, 11 ക്യൂബ് ആണിത്, 1 3 3 1. ഈ നമ്പർ 11ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാം? 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ നോക്കൂ. ഓൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സം എടുക്കുക. ദാറ്റ് ഇസ് 3യും ഈ 1ഉം ഈ 3യും. ഇപ്പൊ എത്രയായി? 4 ആയി അല്ലേ. മൈനസ് അടുത്ത ഓൾട്ടർനേറ്റിന്റെ സം എടുക്കുക. അപ്പൊ എത്രയായി? 3യും 1ഉം എത്രയായി? 4 തന്നെ. അപ്പൊ ഈ 4 - 4 എത്രയാ? 0 ആയി. അപ്പൊ ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ 22 33. 11ന്റെ ടേബിൾ ഏതെങ്കിലും ആണെങ്കിൽ ആ നമ്പർ 11ൽ ഡിവിസിബിൾ ആവും. ക്ലിയർ ആണല്ലോ? എന്താ ചെയ്തത്? ഓൾട്ടർനേറ്റ് നമ്പറിന്റെ സം എടുത്തു മൈനസ് അടുത്ത ഓൾട്ടർനേറ്റിന്റെ സം എടുത്തു. ആ ഡിഫറൻസ് 0 ആണ് ഇവിടെ വന്നത്. 0 ആയാൽ 11ൽ ഡിവിസിബിൾ ആണ്. ഇത് 11 ക്യൂബ് ആണ്. ഓക്കെ. അടുത്ത 121. 11 × 11 121 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതെങ്ങനെ ചെയ്യാം? അതും അങ്ങനെ തന്നെ. 1 + 1 എത്രയായി? 2 ആയി. പിന്നെ ഇതിന് ഓൾട്ടർനേറ്റ് ഇല്ല. അപ്പൊ ഈ 2 തന്നെ -2. അപ്പൊ എത്രയായി? 0. കണ്ടോ? 0 വന്നു. അപ്പൊ 11ൽ ഡിവിസിബിൾ ആണ്. അപ്പൊ ഡിവിസിബിലിറ്റി പഠിക്കണം, കൃത്യമായി ഡിവിസിബിലിറ്റി പഠിക്കണം. പ്രൈം നമ്പർ അറിഞ്ഞിരിക്കണം, കോമ്പോസിറ്റ് അറിയണം, കോപ്രൈം അറിഞ്ഞിരിക്കണം, LCM, ഡിവിസിബിലിറ്റി. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്പർ സിസ്റ്റം നമ്മൾ പറഞ്ഞു. അടുത്ത റാൻഡം സെലക്ഷൻ ഓഫ് നമ്പേഴ്സ്. ഈ റാൻഡം സെലക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്പർ കാണും, ഒരു വെഹിക്കിളിന്റെ നമ്പറോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറോ. ഫോർ എക്സാമ്പിൾ എല്ലാവരുടെയും നമ്പർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏകദേശം ഇപ്പൊ ഫോർ എക്സാമ്പിൾ 984 എന്നാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 9846 എന്നൊക്കെയാണ് നമ്പർ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 9846. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് കാണുന്നെങ്കിൽ, ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കാണുന്നു നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 1346 ആണെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈയോ ആഡോ ഡിവിഷനോ സബ്ട്രാക്ഷനോ ഈ 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാം. ദാറ്റ് ഈസ് 1 + 3 4, 4 + 4 8, 8 + 6 14. കിട്ടിയല്ലോ. എവിടെയോ 3 × 1 3, × 4 എത്രയായി? 12, 12 × 6 72. ക്ലിയർ? ഇനിയിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുക. പോയിന്റ് വരണമെങ്കിൽ വന്നോട്ടെ. ഇപ്പൊ 3 ഡിവൈഡഡ് ബൈ 1 3 ആണ് അല്ലേ. 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക 1 പോയിന്റ് അല്ലേ. 6 ഡിവൈഡഡ് ബൈ 4, 6 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ കട്ട് ഷോർട്ട് ചെയ്താൽ എന്ത് വരും? 3/2 അല്ലെങ്കിൽ 1.5 അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ 6 ഡിവൈഡഡ് ബൈ 4 നമ്മൾ ഇങ്ങനെ എഴുതിയാൽ 4 എഴുതി, പിന്നെ ഇവിടെ 2 എഴുതി, ഇവിടെ പോയിന്റ് ഇട്ടു, പിന്നെ ഇവിടെ 0 എഴുതി, 5. ഇത്രയും നേരം ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പൊ ഏതൊരു നമ്പർ കാണുമ്പോൾ വെറുതെ ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ ഒരു നമ്പർ കാണുമ്പോൾ തനിയെ ആഡ് ചെയ്യുക. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ തന്നെ അറിയില്ല. ചിലപ്പോൾ നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോഴായിരിക്കും ഇത് ഞാൻ എഴുതി നോക്കുന്നതായിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യണം അല്ലെ. ഏതെങ്കിലും ഒരു നമ്പർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തനിയെ അതൊന്ന് ആഡോ സബ്ട്രാക്റ്റോ മൾട്ടിപ്ലൈ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ. തനിയാണ് എന്തായാലും ചെയ്യേണ്ടത്, ബട്ട് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബില്ലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോൺ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ വരുന്ന നമ്പറോ ഏതെങ്കിലും നിങ്ങൾ ഇതുപോലെ ആഡും സബ്ട്രാക്റ്റ് ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ചിലപ്പോൾ വിത്ത് പെൻ ആൻഡ് പേപ്പറിലേക്ക് പോവാം. അങ്ങനെ ആവാതെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. എൻ്റെ ഇത് ഇങ്ങനെ ചെയ്താൽ തെറ്റില്ല. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ പറയുന്നു 12ന്റെ ടേബിൾ 12 24 36 48 60 72 84 96 108 120 132 144. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് നിർത്താതെ പറയാം. 144 കഴിഞ്ഞാലും പറയാം, 156 168 180 ഇങ്ങനെ പറഞ്ഞു പോവാം. ക്ലിയർ? അപ്പൊ അത്ര ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
പ്രാക്ടീസ് ചെയ്യണം. പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു ഇൻബിൽഡ് കോൺഫിഡൻസ് തനിയെ വരും. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നോക്കുക. എന്താ പറഞ്ഞാൽ റാൻഡം സെലക്ഷൻ ഓഫ് നമ്പർ കേട്ടോ. റാൻഡം ആയിട്ടൊരു നമ്പർ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും വെഹിക്കിൾ നമ്പർ എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരു വെഹിക്കിൾ നോക്കിയിട്ട് ഈ നമ്പർ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഴും. ക്ലിയർ? അത് വേറെ ആർക്കും പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു നമ്പർ നമ്മൾ എടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾക്കൊരു ഫോൺ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ അമ്മ അച്ഛൻ ആർക്കെങ്കിലും ഒരു ഫോൺ നമ്പർ ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കറണ്ട് ബില്ല് വരുമായിരിക്കും. ഇനി അത് ഗൂഗിൾ പേയിൽ അടയ്ക്കുന്നെങ്കിൽ അവിടെയും ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും അല്ലേ. വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, നമ്മൾ വൈഫൈ എന്തെങ്കിലും ചാർജ് ചെയ്യുന്ന ആ നമ്പേഴ്സാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ആ നമ്പേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ആഡ് ഓർ സബ്ട്രാക്റ്റോ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ ഡെസിമൽ വന്നോട്ടെ, ഡെസിമൽ വരുന്ന നമ്പർ ആയാലും ചെയ്തോളൂ. അപ്പോൾ നമ്മളത് ആ കാര്യത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ആവും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താ ഉള്ളത്? സ്ക്വയർ റൂട്ട്. ടൈമിനെ ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ക്ലിയർ? അതിൻ്റെയും ഒരു ഷോർട്ട് ട്രിക്ക് നമ്മൾ ചെയ്തായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ക്ലിയർ അല്ലേ? ഇപ്പൊ അന്ന് എടുത്ത സെയിം നമ്പർ തന്നെ പറയാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 8281. ഈ സെയിം നമ്പർ തന്നെ. ക്ലിയർ ആണല്ലോ? നോക്കൂ, ലാസ്റ്റ് 1 ആണ്. സ്ക്വയർ റൂട്ട് ആണ് പറയുന്നത് ഒരു നമ്പറിന്. ലാസ്റ്റ് 1 ആണ്. 1 to 10 ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയറിൽ ലാസ്റ്റ് 1 വരും? അതൊന്നെങ്കിൽ 1 ആണ്, അല്ലെങ്കിൽ 9 ആണ്. കാര്യം എന്താ? 1 സ്ക്വയർ 1 ആണ്, 9 സ്ക്വയർ 81 ആണ്. അപ്പൊ ലാസ്റ്റ് 1 or 9 ആണ്. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 നമ്പർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്ര വരുന്നത്? ഈ 82നെ ഞാനൊരു റെഫറൻസ് നമ്പർ ആയിട്ട് നെയിം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഈ 82നെ റെഫറൻസ് നമ്പർ ആയിട്ട് നെയിം ചെയ്തു. ഈ 82ന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാ? 82 കഴിഞ്ഞു പോകരുത്. അതേതാ? 9 സ്ക്വയർ 81 അല്ലേ? സോ നിങ്ങളുടെ ആൻസർ ഒന്നെങ്കിൽ 91 അല്ലെങ്കിൽ 99. 82ന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാ? 9 സ്ക്വയർ 81 ആണ്. അപ്പൊ ഞാൻ എന്താ 9 എഴുതി ഇൻറ്റു 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ. 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 10. അപ്പൊ എത്രയായി? 90 ആയി അല്ലേ? ഇനി റെഫറൻസ് നമ്പർ, ഈ 82 ആയ റെഫറൻസ് നമ്പർ ഈ നമ്പറും കമ്പയർ ചെയ്യുക. റെഫറൻസ് നമ്പർ ഇസ് സ്മോൾ, അപ്പൊ ആൻസറും സ്മോൾ. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ക്യൂബ് റൂട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് കാണാം. ക്ലിയർ? ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട് ആയിപ്പോൾ ഇവിടെ പറഞ്ഞു. ക്യൂബ് റൂട്ടിന്റെ വീഡിയോ ആ ഷോർട്സ് നിങ്ങൾ പോയിട്ട് കാണണം. ക്ലിയർ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ വിത്ത് 2 ഡിജിറ്റ് നമ്പറിന്റെ വീഡിയോവും വരും. അപ്പൊ അതും നിങ്ങൾ കാണണം. ക്ലിയർ? അതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ സ്ക്വയർ ചെയ്യാന്ന്. ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ, ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു. 12 ക്യൂബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ? ഞാനിവിടെ പറയാത്തത് നിങ്ങൾ ഷോർട്സിൽ പോയിട്ട് കാണണം, വ്യൂ ചെയ്യണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ടൈമിനെ ചേസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ടൈമിനെ ചേസ് ചെയ്യണം. ടൈമിന്റെ പുറകെ ഓടണം ആദ്യം. പിന്നീട് എക്സാം ആകുമ്പോഴോ ടൈം നിങ്ങളുടെ പുറകെ വരണം. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് CGL സെക്ഷണൽ ടൈം വെച്ച് മാത്സിനെ ക്ലിയർ ചെയ്യാം. സുഖമായി 10, 23, 24 ക്വസ്റ്റ്യൻസ് സുഖമായി ചെയ്യാം. ഇനി അടുത്തത് എന്താ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വലിയതാണ്, ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 4 lines 5 lines ഉണ്ടെന്ന് വിചാരിക്കൂ. ആ ക്വസ്റ്റ്യൻ ആദ്യമേ അറ്റംപ്റ്റ് ചെയ്യേണ്ട. ഈസി ആയിട്ടുള്ളത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് എന്താ? എളുപ്പമുള്ളത് ആദ്യമേ ചെയ്യും. അതല്ല, ഇനി ആ രീതിയിൽ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ ചെയ്ത് പോവാം മാത്സിൽ. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആണെന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ്സ് കൂട്ടണം. ക്ലിയർ ആണല്ലോ? കാര്യം എന്താ? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ? 0.5 തെറ്റിയാൽ 0.5 എന്ത് ചെയ്യും? പോവും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 2 marks ഈച്ച് ആണ്. 200 marksലാണ് എക്സാം. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.5 മാർക്ക് ഡിഡക്റ്റ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെറുതെ അൺനെസസറി ആയിട്ട് പോയിട്ട് ലോക്ക് ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് വേർഡ് ഏതാ? അക്യുറസി അല്ലേ? അക്യുറസി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താം. അറ്റംപ്റ്റ് ചെയ്താൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ പ്രൗഡാണ്. ഇനി തെറ്റാതിരുന്നാലോ നമ്മൾ കയറാനുള്ള ചാൻസസും കൂടുതലാണ്. സെക്ഷണൽ ടൈമിംഗ് വന്നു, അറ്റംപ്റ്റ്സ് കുറയോ കൂടുവോ, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും, ചെറുതായിരിക്കുമോ, ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കുറയോ, ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. പക്ഷേ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ ടൈമിന് എന്ത് ചെയ്യണം? ചേസ് ചെയ്യണം. അപ്പൊ നോക്കൂ,
എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ആദ്യമേ പറഞ്ഞത് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വേണം. സ്റ്റഡി പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം. പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സിലാണ് നമ്മൾ വീക്കാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ വീക്ക് പോയിന്റ്സിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് കയറി വരണമെങ്കിൽ ഡിവിസിബിലിറ്റി, സ്ക്വയർ, ക്യൂബ്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് 2 ഇയേഴ്സിൽ ക്വാണ്ടിൽ വരുന്ന അല്ലെങ്കിൽ കൂടുതലായി ചോദിച്ചു വരുന്ന ടോപ്പിക്സ് കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് കാണണം. അപ്പോൾ ആ ടോപ്പിക്സ് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ നോളജ് നമ്മൾ സ്പീഡിൽ ചെയ്യണം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം, നമുക്കൊരു നമ്പറിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ അറിയാം, സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് ട്രിക്ക് ചെയ്ത് പെട്ടെന്ന് ചെയ്തു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താം. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു ബ്രോഡ് സൊല്യൂഷൻ എന്താ? ദാ SSC CGL നോട്ടിഫിക്കേഷൻ വന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 12,256 വേക്കൻസിയാണുള്ളത്. 12,256 വേക്കൻസി. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ദാ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? എന്തൊക്കെയാണുള്ളത്? ഡെഡിക്കേറ്റഡ് ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, 100+ മോക്ക് എക്സാം ഉണ്ട്, വീക്ക്ലി റിവിഷൻ എക്സാം, PDF സ്റ്റഡി മെറ്റീരിയൽ, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും സ്റ്റഡി പ്ലാനും ഷെഡ്യൂളൊക്കെ ആക്കി നിങ്ങൾക്ക് ഈസിലി പഠിച്ചു പോകാനായിട്ട് ഈ മാസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് ദാ ഈ നമ്പറിൽ കോൾ ചെയ്യുക. ഏതാ നമ്പർ? 9249089284. ക്ലിയർ? അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതല്ലാതെ ദാ ഈ QR കോഡ് സ്കാൻ ചെയ്താലോ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സാം അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡിയാണ് നിങ്ങളെ സ്വീകരിക്കാൻ. നിങ്ങൾ വരാനും ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ കാണാം. താങ്ക് യു.